നമസ്തേ. 21/2/2025 വെള്ളിയാഴ്ചത്തെ തൊഴിൽ മേഖല എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇത് വെറുതെ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നതാണെന്ന് ആരും ധരിക്കേണ്ട. ഇതേപോലെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് പറയുന്നതാണ്. വെറുതെ ഒരു തമാശയ്ക്കോ രസത്തിനോ വേണ്ടിയൊന്നും പറയുന്നതല്ല. ഇതേപോലെ നന്നായി അധ്വാനിച്ച് ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ചിട്ടാണ് ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി തരുന്നത് എന്ന് നിങ്ങളറിയണം. വെറുതെ എളുപ്പത്തിലൊന്നും ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിങ്ങനെ തയ്യാറാക്കി പറയാൻ ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കമൻറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഇതിൽ കമൻറ്റ് ചെയ്യാം. കാരണം ആദ്യത്തെ തൊഴിൽ ഭാഗം എടുത്ത് നോക്കിയാൽ അറിയാം, കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്നതിൽ നിന്ന്. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിൽ മേഖലകൾ മെസ്സേജ് ചെയ്ത് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ തൊഴിൽ മേഖല ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിൽ മേഖലകളുണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്താൽ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയും. കാരണം നിങ്ങൾ ആണല്ലോ കേൾക്കുന്നത്. അപ്പോൾ കേൾക്കുന്നവർക്ക് ആവശ്യമുള്ളതാണ് ഞാൻ നൽകേണ്ടത് എന്നുള്ളത് കൊണ്ട് കേൾക്കുന്നവർ ആവശ്യമുള്ള കാര്യങ്ങൾ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും കമൻറ്റുകൾ എല്ലാവരും കൃത്യമായിട്ട് ഇടുകയും ചെയ്യുക. എങ്കിലാണ് എൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും തുടർന്ന് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിത് എൻ്റെ യൂട്യൂബ് ചാനൽ കാണേണ്ടതായിട്ട് വരും. ഇത് 6 മണിക്കാണ് വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നക്ഷത്രഫലം എന്ന പോസ്റ്റ് ഞാൻ 3 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇനി നമുക്ക് 21/2/2025 വെള്ളിയാഴ്ചത്തെ തൊഴിൽ മേഖലയിലേക്ക് വരാം. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖല പൊതുവെ ഗുണകരമാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ഈ 21-ാം തീയതി. തൊഴിൽ മേഖലയിലാണെങ്കിലും മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. പഴക്കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് ഗുണമാണ്. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനം, അതേപോലെ ശില്പികൾ, രാഷ്ട്രീയക്കാർക്കൊക്കെ അനുകൂലമാണ്. സ്വർണ്ണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. വസ്ത്രവ്യാപാരം, എക്സിക്യൂട്ടീവ്, സിഇഒമാർക്കൊക്കെ അനുകൂലമാണ്. ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇൻറ്റീരിയർ ഗ്രാഫിക് ഡിസൈനർമാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മേടക്കൂറുകാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന മേടക്കൂറുകാർ ശ്രദ്ധിക്കണം. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഈ വഴിയോരത്തൊക്കെ ശീതളപാനീയങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർ, അങ്ങനെയുള്ളവർ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ സമയത്ത് അവർക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല. പശു, എരുമ തുടങ്ങിയ ഫാമുകൾ നടത്തുന്നവർക്ക് അത്ര അനുകൂലമല്ല. ബേക്കറി സംബന്ധമായ മധുരപലഹാരങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഈ മേടക്കൂറുകാർ ശ്രദ്ധിക്കുക. എന്നാൽ അഗ്നി സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. സാഹസ്യ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സമാനം കച്ചവടമൊക്കെ ചെയ്യുന്ന വലിയ കച്ചവടമൊക്കെ ചെയ്യുന്നവർക്കും ഭൂമി സംബന്ധമായ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. പ്രതിരോധ, സൈനിക മേഖലയിൽ അനുകൂലമാണ്. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് മേഖലയിലും അനുകൂലമാണ്. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്ക് അനുകൂലമാണ്. ആട് ഫാമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ പശു, എരുമ മുതലായ ഫാം നടത്തുന്നവർക്ക് അത്ര അനുകൂലമല്ല താനും. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലനം തുടങ്ങിയവയൊക്കെ അനുകൂലമാണ്. വിദ്യാഭ്യാസ മേഖല പൊതുവെ അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കൊക്കെ അനുകൂലമാണ്. പി ആർ മേഖലയിൽ അനുകൂലമാണ്.
ധനകാര്യ മേഖല പൊതുവെ ചെറുതും വലുതുമായ ധനകാര്യ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. IT മേഖലകൾ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ, കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അഭിഭാഷകർ, ഇടത്തരം ബിസിനസ്സുകാർ ഇടത്തരം വലുതായാലും ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. ആ പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക്, ആസൂത്രണ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖല, അതേപോലെ നയതന്ത്ര മേഖല ഒക്കെ അനുകൂലമാണ്. വാർത്താ ഏജൻസികൾക്കൊക്കെ, അധ്യാപകർ, ഗവേഷകർക്കൊക്കെ അനുകൂലമാണ്. ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കൾ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വിവാഹാദി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ ഇവർക്കൊക്കെ അനുകൂലമാണ്. ഈവൻറ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വാഹനങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഹോം നേഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. ഈ ഹോം നേഴ്സിംഗ് മേഖലയൊക്കെ എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഇതിനകത്ത് ഭൂരിഭാഗവും അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ളതുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക. അതുപോലെ മാംസാദി കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. നിർമ്മാണ മേഖല അനുകൂലമാണ്. മരം, സ്റ്റീല് ഒക്കെ കച്ചവടം ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലമാണ്. ഇനി 21/2/2025 വെള്ളിയാഴ്ചത്തെ ഇടവം രാശിക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ദൈവാധീനം കുറവുള്ള ഒരു ദിവസമാണ്. എങ്കിലും കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ്. പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്നവർക്ക് നല്ലതാണ്. സ്റ്റാർട്ടപ്പുകൾ നടത്തുന്ന ഇടവം രാശിക്കാർക്ക് നല്ലതാണ്. ചെറുകിട സ്ഥാപനങ്ങൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ തുടങ്ങിയവർക്ക് അനുകൂലമാണ്. സ്വർണ്ണ മേഖലയിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആയോധന കലാരംഗത്ത് അനുകൂലമാണ്. മരവ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇടവം രാശിക്കാർക്ക് അനുകൂലമാണ്. ഡിസൈൻ, ഫാഷൻ, ഇൻറ്റീരിയർ തുടങ്ങിയ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക്, പഴക്കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. അതേപോലെ ജലസംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും നേട്ടമുണ്ടാകും. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ളവർക്ക് അത്യാവശ്യം ഗുണകരമായിരിക്കും. മനോരോഗ ചികിത്സകർ, പെയിൻറ്റർമാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖല, ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാരൊക്കെ, അതേപോലെ സ്ത്രീകളായ വഴിയോര കച്ചവടക്കാർക്കൊക്കെ ഇടവക്കൂറുകാർക്ക് കുറച്ച് നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. പശു, എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ബേക്കറി സാധനങ്ങളൊക്കെ നടത്തുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എന്നാൽ അഗ്നി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇടവം രാശിക്കാർക്ക് അനുകൂലമല്ല. സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. വലിയ കച്ചവട സ്ഥാപനക്കാരൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ തൊഴിലാളികളൊക്കെ നിർത്തി കച്ചവടം നടത്തുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രതിരോധ സൈനിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഇടവരാശിക്കാർ ശ്രദ്ധിക്കണം. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലനവുമായി ബന്ധപ്പെട്ട് പോലീസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ആട് ഫാം നടത്തുന്നവർ ശ്രദ്ധിക്കുക. IT മേഖല ശ്രദ്ധിക്കുക. ആട് ഫാമൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളവരാണ്. അത് വെച്ചാണ് ഈ ആട് ഫാമൊക്കെ ഞാൻ പ്രത്യേകം പറയുന്നത്. ഇങ്ങനെ ഈ ആട് ഫാമൊക്കെ അനുകൂലമാണ്. മാനേജിങ് മേഖല ഒക്കെ അനുകൂലമാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ വർക്കറുകൾ അവർക്ക് അനുകൂലമാണ്. പത്രപ്രവർത്തകർ, എഴുത്തുകാർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. PR മേഖല, പൊതുവെ വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ IT മേഖല പൊതുവെ ഇടവക്കാർക്ക് അനുകൂലമല്ല താനും. എന്നാൽ IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും. പ്രാദേശിക വാർത്താ ഏജൻസികൾക്ക് ഗുണകരമാണ്. എന്നാൽ വലിയ വാർത്താ ഏജൻസികൾക്കൊന്നും അത്ര അനുകൂലമല്ല. ദേവാദി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സർക്കാർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ടൂറിസം, വൻകിട വ്യവസായം ഈ മേഖലയിൽ നിന്നും വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. എഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അധ്യാപകർ, ഗവേഷകർ എന്നിവർക്ക് അനുകൂലമല്ല. നയതന്ത്ര മേഖല, രാജ്യാന്തര വ്യാപാരത്തിലൊക്കെ ഇടപെട്ടവർക്ക് ശ്രദ്ധിക്കണം.
ബിസിനസ് ഉടമകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ മാറ്റമുണ്ടെങ്കിലും ബിസിനസ് നടത്തുന്ന ബിസിനസ് ഉടമകൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ദിവസമാണ്. ഇടവൻ രാശിക്കാരെ, അതേപോലെ ഫാഷൻ മേഖലയിലെ ആഡംബര വസ്തുക്കളൊക്കെ അവർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രം നടത്തുന്നവർക്ക്, വീട്ടുജോലിക്കൊക്കെ പോകുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, മാരേജ് ബ്യൂറോ ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. ബ്യൂട്ടി പാർലറുകാർക്ക് അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻകാർക്ക് അനുകൂലമാണ്. വാഹനങ്ങൾ, ഹോസ്പിറ്റലുകളൊക്കെ നടത്തുന്നവർക്ക്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമാർക്ക് അനുകൂലമാണ്. ഈ ബ്യൂട്ടി പാർലറൊക്കെ എന്നോട് ചോദിച്ചിട്ട് അതിന് പറയുന്ന ഇതാണ്. ബ്യൂട്ടി പാർലറൊക്കെ രണ്ടാമത് ചേർത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കുറേ അധികം ചേർത്തിട്ടുള്ളതുണ്ട്. ഇടയ്ക്ക് ഓർക്കുന്നത് അങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ. അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ മേഖല, വാഹനങ്ങൾ മേഖലയൊക്കെ അനുകൂലമാണ്. ആരോഗ്യ മേഖല പൊതുവെ അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ വർക്കുകളിൽ പെടുന്നവർ, സിവിൽ എഞ്ചിനീയർമാർക്കൊന്നും അത്ര ഗുണകരമല്ല. മത്സ്യമാംസാദി കാര്യങ്ങളൊക്കെ കച്ചവടം നടത്തുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം ആണ്. ഇനി മിഥുനക്കൂറ്. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാരുടെ 21/2/2025 വെള്ളിയാഴ്ചത്തെ തൊഴിൽ മേഖല. മിഥുനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ഈ 21-ാം തീയതി. പൊതുവേ മിഥുനക്കൂറുകാർക്ക് കുറച്ച് നാളത്തേക്ക് അത്ര മേന്മയുള്ളതൊന്നുമല്ല ചാരഫലപ്രകാരം. അതുകൊണ്ട് അവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈശ്വരാരാധന നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. പൊതുവെ കൗൺസിലിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഡോക്ടർമാർ, എൻജിനീയർമാർ, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കണം. അതേപോലെ സ്വന്തമായിട്ട് സ്ഥാപനങ്ങളൊക്കെ നടത്തി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ മാനേജ്മെൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ, പത്രക്കാർ, വാർത്താബന്ധവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, എഡിറ്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 21/2/2025 വെള്ളിയാഴ്ച. ശില്പികൾ, രാഷ്ട്രീയക്കാർക്ക് ഒട്ടും അനുകൂലമല്ല കേട്ടോ. മിഥുനം രാശിക്കാരായ രാഷ്ട്രീയക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന മിഥുനം രാശിക്കാരും ശ്രദ്ധിക്കണം. എന്നാൽ ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന മിഥുനം രാശിക്കാർക്ക് അല്പം നേട്ടങ്ങൾ ഉണ്ടാകും. ശീതളപാനീയ വിൽപ്പനക്കാരായ മിഥുനം രാശിക്കാർക്കൊക്കെ അല്പം നേട്ടങ്ങൾ ഉണ്ടാവും. പശു, എരുമ മുതലായവയൊക്കെ മായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്ന ഫാമുകൾ നടത്തുന്നവർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക്, ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ളവർക്ക്, മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർക്കൊക്കെ ഈ മിഥുനക്കൂറുകാർക്ക് പൊതുവെ അല്പം നേട്ടമൊക്കെ ഉണ്ടാവും. അല്പം നേട്ടം പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ, കൂടുതലൊന്നും ഉണ്ടാവില്ല. പൊതുവെ സാഹസിക കർമ്മങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സ്പോർട്സ് രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീൽ മുതലായവയൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന മിഥുനക്കൂറുകാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണിത്. വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. സോഷ്യൽ മീഡിയ വർക്കുകാർ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളായി, ബുദ്ധിമുട്ടുകളായി തീരാനുള്ള സാധ്യതയുള്ള ദിവസമാണ്. ഗവേഷകർ, വിദ്യാർത്ഥികൾ, എഴുത്തുകാർ, ധനകാര്യ മേഖലയിൽ പൊതുവെ വലുതും ചെറുതുമായ ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിഥുനക്കൂറുകാർ സാമ്പത്തിക നഷ്ടമുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. സർക്കാർ ജീവനക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. അഭിഭാഷകർ, കോടതി വിഭാഗവുമായി ബന്ധപ്പെട്ടവർ, അതേപോലെ ഈ ഹോം നഴ്സിംഗ് മേഖലയിൽ വീട്ടുജോലിക്കൊക്കെ നിൽക്കുന്നവർ, സ്ത്രീകൾ മാത്രമുള്ളിടത്ത് ജോലി നിൽക്കുന്നവർ, മത്സ്യമാംസാദികൾ, അതേപോലെ സ്ട്രക്ചറൽ വർക്കുകളൊക്കെ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കർക്കിടകക്കൂറ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ദൈവാധീനമുള്ള ദിവസമാണ്. പൊതുവെ അനുകൂലമായ ദിവസമാണ്. എങ്കിലും മെഡിക്കൽ സ്റ്റോർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര മേന്മയില്ല. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല അത്ര അനുകൂലമല്ല. പഴക്കച്ചവടം, ചെറുകിട സ്ഥാപനങ്ങളിലെ മാനേജർമാർക്ക് അനുകൂലമല്ല. പൂജാദ്രവ്യങ്ങൾ, ചെറിയ സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനങ്ങൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ തുടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമല്ല. സ്വർണ്ണ മേഖലയിലെ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമല്ല. എക്സിക്യൂട്ടീവുകൾക്ക് അത്ര, CEO-മാരൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. അതേപോലെ കാർഷിക മേഖലയുമായി പ്രവർത്തിക്കുന്ന കർക്കിടകം കൂറുകാർക്ക് അനുകൂലമാണ്.
ടെക്സ്റ്റൈൽസ് മേഖലയിലെ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. മനോരോഗ ചികിത്സ, പെയിൻറ്റർ ഇവർക്കൊക്കെ അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ, പരിസ്ഥിതി പ്രവർത്തനം, ആരോഗ്യ മേഖല, ശീതളപാനീയ വിൽപ്പന ഒക്കെ നടത്തുന്ന സ്ത്രീകളായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അനുകൂലമാണ്. പശു എരുമ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് മേന്മയുണ്ട്. ബേക്കറി സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ അഗ്നി സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർ, അതേപോലെ തന്നെ സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കച്ചവട സ്ഥാപനങ്ങൾക്ക് അത്ര അനുകൂലമല്ല. ആളുകളെയൊക്കെ നിർത്തിയിട്ട് കൂടുതൽ വിപുലമായി കച്ചവടമൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. റിയൽ എസ്റ്റേറ്റ് മേഖലക്കാർ ശ്രദ്ധിക്കണം. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗക്കാരൊക്കെ ശ്രദ്ധിക്കണം. കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീല് മുതലായവ പ്രത്യേകം ശ്രദ്ധിക്കണം. മരവ്യവസായങ്ങൾ ശ്രദ്ധിക്കണം. ആട് ഫാം നടത്തുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. IT മേഖല ശ്രദ്ധിക്കണം. മാനേജിംഗ് മേഖല ശ്രദ്ധിക്കണം. സ്പോർട്സ്, നിയമപാലനവുമായി ബന്ധപ്പെട്ട മേഖലകളൊന്നും അത്ര അനുകൂലമല്ല കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അവർക്ക് വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ വർക്കർമാർക്കൊക്കെ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക, വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. ഡാറ്റ അനാലിസിസ്റ്റുകൾക്ക് ഒരു പരിധിവരെ അനുകൂലമാണ്. PR മേഖല അനുകൂലമാണ്. IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ധനകാര്യ മേഖല ഒക്കെ കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ചെറുതും വലുതുമായ ധനകാര്യ മേഖല അനുകൂലമാണ്. ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖലയിൽ അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല അനുകൂലമാണ്. വാർത്താ പ്രവർത്തകർക്ക് അനുകൂലമാണ്. സ്വന്തം ബിസിനസ്, വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ എന്നാൽ സ്ത്രീകൾ മാത്രം തൊഴിൽ നടത്തുന്നവർക്ക് അനുകൂലമല്ല. ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കളുടെ വിപണനം ഇതൊന്നും അനുകൂലമല്ല. മാനേജുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർക്കൊന്നും അത്ര അനുകൂലമല്ല. ബ്യൂട്ടി പാർലറുകാർ ശ്രദ്ധിക്കണം. സിനിമാ മേഖല, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമാർ, വാഹനങ്ങൾ, ആഭരണങ്ങളൊക്കെ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വർണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമാണെങ്കിലും മറ്റ് ആഭരണ മേഖലകൾ അത്ര അനുകൂലമല്ല. ഇൻറ്റീരിയർ ഡിസൈൻകാർ ശ്രദ്ധിക്കണം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ കർക്കിടകൻ രാശിക്കാർക്ക് ഒരു പൊതുവെ അനുകൂലമായിരിക്കും. ദൈവാധീനമുള്ള ഒരു ദിവസമാണെന്നുള്ളതുകൊണ്ട് എങ്കിലും ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അനുകൂലമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാരുടെ 21/2/2025 വെള്ളിയാഴ്ചത്തെ തൊഴിൽ മേഖല. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വളരെ കുറവാണ്. ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. സാഹസിക പ്രവൃത്തികളൊക്കെ പരമാവധി ഒഴിവാക്കണം. അതേപോലെ വലിയ കച്ചവടമൊക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കണം. അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. പ്രതിരോധ, സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് മേഖലക്കാർക്ക് അനുകൂലമല്ല. ആട് ഫാം, ആയുധ വ്യാപാരം ഒന്നും അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. നിയമപാലനവുമായി ബന്ധപ്പെട്ട് പൊതുവെ ബിസിനസ് രംഗമൊക്കെ അത്ര മേന്മയുള്ളതെന്ന് പറയാൻ കഴിയില്ല. ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കളുടെ മേഖലയൊന്നും അനുകൂലമല്ല. സ്ത്രീകൾ മാത്രം തൊഴിൽ നടത്തുന്ന മേഖലകൾ അത്ര മേന്മയെന്ന് പറയാൻ കഴിയില്ല. ബ്യൂട്ടി പാർലറുകൾ, മാരേജ് ബ്യൂറോ ഒക്കെ നടത്തുന്നവർക്ക് അത്ര മേന്മയല്ല. സിനിമാ മേഖല, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ആഭരണങ്ങൾ അത്ര അനുകൂലമല്ല. എന്നാൽ ഉപഭോക്തൃ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഹോം നേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ഇൻറ്റീരിയർ ഭാഗത്തുള്ളവർക്കും അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖല, മത്സ്യബന്ധന മേഖല ഇങ്ങനെയുള്ളവർക്ക് അത്ര അനുകൂലമായ സമയം അല്ല. ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ഹോട്ടൽ ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മണ്ണിൽ നേരിട്ട് പണിയെടുക്കുന്നവർക്ക് ശ്രദ്ധിക്കുക. ശീതളപാനീയ വിൽപ്പനക്കാരൊക്കെ അത്ര അനുകൂലമൊന്നുമല്ല. സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഈ ഭക്ഷണ ഉൽപ്പാദന മേഖല അത്ര അനുകൂലമല്ല. ബാക്കിയൊന്നും അത്ര കുഴപ്പമില്ല. എരുമ, പശു മുതലായ മേഖലകൾ വർക്ക് ചെയ്യുന്ന ആ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമല്ല. ബേക്കറി സാധനങ്ങൾ നടത്തുന്ന സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ വിദ്യാഭ്യാസ മേഖല, ചിത്രരചന മേഖല, സോഷ്യൽ മീഡിയ വർക്കുകളൊന്നും ചിങ്ങൻ രാശിക്കാർ അനുകൂലമല്ല.
പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസ്റ്റുകൾക്കൊന്നും അത്ര അനുകൂലമല്ല. PR മേഖല അനുകൂലമല്ല. IT സുരക്ഷാ മേഖല അനുകൂലമല്ല. അതേപോലെ ചിങ്ങക്കറുകാരെ സംബന്ധിച്ചോ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. കൺസൾട്ട് മേഖല, അഭിഭാഷക മേഖല, ഇടത്തരം ബിസിനസ്സുകാർ, എഡിറ്റിംഗ് മേഖലയൊന്നും അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക്, ചിങ്ങൻ രാശിക്കാരായ സർക്കാർ ജീവനക്കാർ ശ്രദ്ധിക്കണം. ആസൂത്രണ മേഖല, പ്രൊജക്റ്റ് വർക്കുകളൊക്കെ തയ്യാറാക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ടൂറിസം മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണം. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നി 21/2/2025 വെള്ളിയാഴ്ച കന്യക്കൂറുകാർ. ഉത്രം അവസാന മുക്കാൽ ഭാഗം, ചിത്തിര ആദ്യ പകുതി ഭാഗം. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഈ കന്യക്കൂറുകാർക്ക് ദൈവാധീനം കുറവുള്ള ഒരു സമയമാണ്. അങ്ങനെയാണെങ്കിൽ പോലും, ദൈവാധീനം കുറവുള്ള ഒരു സമയമാണെങ്കിൽ പോലും ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാകുക. കന്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചെറുകിട ടെക്സ്റ്റൈൽ മേഖലയിലെ മനോരോഗ ചികിത്സാ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ ചെയ്യുന്ന ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആരോഗ്യ മേഖലയിലൊക്കെ അനുകൂലമാണ്. പശു, എരുമ മുതലായവയുടെ ഫാമുകളൊക്കെ നടത്തുന്നവർ, അതുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബേക്കറി മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ത്രീകൾക്ക് പൊതുവെ അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എന്നാൽ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവർക്ക്, കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. കന്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ചെറുകിട സ്ഥാപനങ്ങൾ, മാനേജ്മെന്റ്, സ്റ്റാർട്ടപ്പുകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. പൂജാദ്രവ്യക്കാർ, ശില്പികൾ, രാഷ്ട്രീയക്കാർ അവർക്കൊക്കെ അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, വൃക്ഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് CEO-മാർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ കന്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അഗ്നിസംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. റിയൽ എസ്റ്റേറ്റ് മേഖലകൾ അനുകൂലമല്ല. പൊതുവേ IT മേഖല അനുകൂലമല്ല. മാനേജിംഗ് മേഖല അനുകൂലമല്ല. സ്പോർട്സ് രംഗത്ത്, ബിസിനസ് രംഗത്ത് ഒക്കെ അനുകൂലമല്ല. എന്നാൽ ചെറുകിട മാനേജിംഗ് മേഖലകൾ നിൽക്കുന്നവർക്ക് അത്ര വലിയ കുഴപ്പമില്ല. യന്ത്രങ്ങളുടെ മെക്കാനിക് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. എന്നാൽ വിദ്യാഭ്യാസ മേഖല പൊതുവെ അവർക്ക് അനുകൂലമാണ്. കന്യക്കാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കൊക്കെ അനുകൂലമാണ്. ഡേറ്റ അനാലിസിസ്റ്റുകൾക്ക് അനുകൂലമാണ്. PR മേഖല അനുകൂലമാണ്. IT സുരക്ഷാ മേഖല, ചെറുകിട വാർത്താ ഏജൻസികൾക്കൊക്കെ അനുകൂലമാണ്. ദേവകർമ്മങ്ങൾ ചെയ്യുന്ന കന്യക്കൂറുകാർക്ക് അനുകൂലമാണ്. നിയമമേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല, ടൂറിസം മേഖല, അതേപോലെ നയതന്ത്ര മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. ആഡംബര വസ്തുക്കളുടെ വിൽപ്പന അത്ര അനുകൂലമല്ല. ബ്യൂട്ടി പാർലർ അത്ര അനുകൂലമല്ല. ഈവൻറ്റ് മാനേജ്മെൻറ്റ് അത്ര അനുകൂലമല്ല. ഹോം നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം, അവർക്ക് അത്ര അനുകൂലമല്ല. ആരോഗ്യ മേഖല അനുകൂലമല്ല. ആഭരണ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. എന്നാൽ സ്വർണവുമായി ബന്ധപ്പെട്ട ആഭരണ മേഖല കന്യക്കൂറുകാർക്ക് മേന്മയുണ്ടാക്കുകയും ചെയ്യും. ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കന്യക്കൂറുകാർക്ക് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. മത്സ്യമാംസാദികളൊക്കെ കച്ചവടം ചെയ്യുന്ന കന്യക്കൂറുകാർക്കും നേട്ടമാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാരുടെ 21/2/2025 വെള്ളിയാഴ്ചത്തെ ഫലം. തുലാം രാശിക്കാർക്ക് പൊതുവെ ഗ്രഹങ്ങളൊന്നും തന്നെ അനുകൂലമല്ല. കുറച്ച് നാളത്തേക്ക് വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഈശ്വരാധീനമുണ്ടാക്കുന്നതിന് വേണ്ടതായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് സാഹസിക മേഖലയിലും ഒക്കെ ഉള്ളവർ, അതേപോലെ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തനം, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള തുലാക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലയിലുള്ള തുലാക്കൂറുകാർക്കൊന്നും അത്ര അനുകൂലമല്ല.
പൊതുവെ തുലാക്കൂറുകാരുടെ തൊഴിൽ മേഖലയിൽ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ജാതകം വളരെ അനുകൂലമാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ദോഷങ്ങൾ വളരെയധികം കുറയും. എങ്കിൽ പോലും ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തുലാം രാശിക്കാർക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തുലാം രാശിക്കാർ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ നാമജപമൊക്കെ നടത്തി ഈശ്വരാരാധന നടത്തി ഈ ദോഷങ്ങളൊക്കെ കുറച്ച് അവരുടെ കർമ്മ മേഖലയിൽ വ്യാപൃതമാകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വൃശ്ചികം രാശിക്കാരുടെ 21/2/2025 വെള്ളിയാഴ്ചത്തെ ഫലം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. പൊതുവെ തൊഴിൽ മേഖലയൊക്കെ അനുകൂലമായ ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ പോലും മെഡിക്കൽ സ്റ്റോർ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, കൗൺസിലിംഗ് മോട്ടിവേഷൻ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. പഴക്കച്ചവടക്കാർക്ക് അനുകൂലമല്ല. ഈ പെട്ടെന്ന് നശിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലുള്ള ആളുകൾക്ക്, പെട്ടെന്ന് ചിലവാകേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ബിസിനസ്സുകാർക്ക് അനുകൂലമല്ല. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനക്കാർക്ക് അനുകൂലമല്ല. രാഷ്ട്രീയക്കാരായ വൃശ്ചികം രാഷ്ട്രീയക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. സ്വർണ്ണ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ജുവലറിക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്ത്ര വ്യാപാരം അനുകൂലമല്ല. എക്സിക്യൂട്ടീവ് സിഇഒമാരൊക്കെ ഈ ഡിസൈൻ മേഖലയിൽ, ഫാഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, വൃശ്ചികക്കാർക്ക് അനുകൂലമല്ലാത്ത ദിവസമാണ്. വളരെ ശ്രദ്ധിക്കണം. എന്നാൽ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചെറുകിട ടെക്സ്റ്റൈൽ മേഖലയിൽ അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗത്തൊക്കെ നിൽക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് നേട്ടങ്ങളുണ്ടാകും. പെയിൻറ്റർമാർക്ക് ഗുണമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ ഒക്കെ അനുകൂലമാണ്. സ്ത്രീകൾ ചെയ്യുന്ന വഴിയോര കച്ചവടങ്ങൾ, ശീതളപാനീയ വിൽപ്പനയ്ക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഇവർക്ക് വൃശ്ചികക്കൂറുകാർ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് ഈ ദിവസം മേന്മയുണ്ടാകും. പശു, എരുമ മുതലായവയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ബേക്കറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളുണ്ടാകും. എന്നാൽ സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്നവർ അത്ര അനുകൂലമല്ല. അഗ്നിസംബന്ധമായ തൊഴിൽ ചെയ്യുന്ന വൃശ്ചികക്കാർക്ക് അനുകൂലമല്ല. കച്ചവടക്കാർക്ക്, വലിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ സ്റ്റീൽ പോലുള്ള പാത്രങ്ങളൊക്കെ കൊണ്ട് കച്ചവടം നടത്തുന്നവർക്ക് അത്ര അനുകൂലമല്ല. സ്റ്റീല്, ഇരുമ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ആയുധ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർ ശ്രദ്ധിക്കണം. ആട് ഫാം നടത്തുന്നവർക്ക് അനുകൂലമല്ല. പൊതുവെ IT മേഖല വൃശ്ചികക്കൂറുകാർക്ക് ഈ 21-ാം തീയതി അനുകൂലമായിരിക്കില്ല. നിയമ മേഖല അനുകൂലമല്ല. മെക്കാനിക് മേഖലകളും അനുകൂലമല്ല. എന്നാൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ വർക്കുകാർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ചെറുകിട പ്രാദേശിക വാർത്താ പ്രവർത്തകർക്ക് അനുകൂലമാണ്. IT സുരക്ഷാ മേഖല അനുകൂലമാണ്. പക്ഷേ പൊതുവെ IT അത്ര ഗുണകരമല്ല. PR മേഖലയിൽ അനുകൂലമാണ്. പൊതുവെ ധനകാര്യ മേഖലയിൽ വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, കൺസൾട്ടിംഗ് മേഖല, അതുപോലെ സർക്കാർ ജീവനക്കാർക്കൊക്കെ അനുകൂലമാണ്. അഭിഭാഷകർ, ന്യായാധിപർക്ക് അനുകൂലമാണ്. ഇടത്തരം ബിസിനസ്സുകാർ, എഡിറ്റിംഗ് മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖലയിൽ ദേശീയ വിദേശീയ വാർത്താ ജേർണലിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. നയതന്ത്ര മേഖല, രാജ്യാന്തര വ്യാപാരം നടത്തുന്നവർ, സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. അതുപോലെ സ്ത്രീകൾ നടത്തുന്ന ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖല അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. സ്വർണ്ണാഭരണം ഒഴിച്ചുള്ള മറ്റും ആഭരണങ്ങൾ, വെള്ളി പോലുള്ള ആഭരണങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. ആഡംബര വസ്തുക്കൾ അനുകൂലമാണ്. ഫാഷൻ മേഖല അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ, മാരേജ് ബ്യൂറോ തുടങ്ങിയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമല്ല എന്നറിയണം. ധനു 21/2/2025 വെള്ളിയാഴ്ച ധനുക്കൂറുകാർക്ക് മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണ്. പൊതുവേ ദോഷകരമാണ്. കഠിന ദോഷമല്ലാന്നേ ഉള്ളൂ. ദോഷകരമായ ഒരു തൊഴിൽ മേഖലയായിരിക്കും അവരെ സംബന്ധിച്ചോളം. എങ്കിലും ധനുക്കൂറുകാർക്ക് മെഡിക്കൽ സ്റ്റോറുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖല അനുകൂലമാണ്. ഈ പഴക്കച്ചവടമൊക്കെ നടത്തുന്ന അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തീർന്ന് കിട്ടേണ്ട കച്ചവടങ്ങളൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് കച്ചവടം നടത്തുക, അല്ലെങ്കിൽ കുറച്ച് നേരം കൊണ്ട് കച്ചവടം നടത്തുക, ഈ വൈകുന്നേരമൊക്കെ വന്ന് മാർക്കറ്റിൽ കച്ചവടം നടത്തുക, അങ്ങനെയുള്ളവർക്ക് ഗുണകരമാണ്. രാഷ്ട്രീയക്കാർക്ക് ഗുണകരമാണ്. ശില്പികൾക്ക് ഗുണകരമാണ്. സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനം, പൂജാദ്രവ്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഗുണകരമാണ്. അതേപോലെ ധനുക്കൂറുകാരെ സ്വർണ്ണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്.
വൃക്ഷവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഡിസൈൻ, ഫാഷൻ, ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല. ചെറുകിട ടെക്സ്റ്റൈൽസിനും അനുകൂലമല്ല. മനോരോഗ ചികിത്സയിലുള്ള അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകൾ, ചികിത്സകരൊക്കെ വളരെയധികം ധനുക്കൂറുകാർ ശ്രദ്ധിക്കണം. പെയിൻറ്റർമാരൊക്കെ വളരെ സുരക്ഷാ വേണം ഒക്കെ ചെയ്യാൻ. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ആരോഗ്യ മേഖല, ശീതളപാനീയമൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പശു, എരുമ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമല്ല. സാമൂഹ്യ പ്രവർത്തനം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ധനുക്കൂറുകാർ. അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ, സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവരൊന്നും അനുകൂലമല്ല. വഴിയോര കച്ചവടം, ഈ പാത്രങ്ങളൊക്കെ ഇട്ട് സ്റ്റീൽ കച്ചവടമൊക്കെ ചെയ്യുന്നവരെ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. റിയൽ എസ്റ്റേറ്റ് മേഖല അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആയുധം, ഇരുമ്പ്, സ്റ്റീല് ഒക്കെ അനുകൂലമല്ല. ആട് ഫാം നടത്തുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. നിയമപാലനം, പോലീസ്, കോടതി, ബിസിനസ് രംഗം അനുകൂലമല്ല. യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര മേന്മയുള്ളതല്ല. അതേപോലെ വിദ്യാഭ്യാസ മേഖല, ചിത്രരചന, സോഷ്യൽ മീഡിയ അനുകൂലമല്ല. ഗവേഷക വിദ്യാർത്ഥികൾ അനുകൂലമല്ല. എഴുത്തുകാർ, കവികൾ, ഡാറ്റ അനാലിസ്റ്റുകൾ അനുകൂലമല്ല. PR മേഖല അനുകൂലമല്ല. ധനകാര്യ മേഖല ഒട്ടും അനുകൂലമല്ല. IT സുരക്ഷാ മേഖല പൊതുവെ അനുകൂലമല്ല. IT മേഖല പൊതുവെ ഒട്ടും തന്നെ അനുകൂലമല്ല ധനുക്കൂറുകാർക്ക്. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ, കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ, ഇടത്തരം ബിസിനസ്സുകൾ, എഡിറ്റിംഗ്, വലിയ വാർത്താ ഏജൻസികൾ, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊന്നും, ടൂറിസം മേഖലയിലുള്ളവർക്കൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണ് പൊതുവെ. എങ്കിലും മെഡിക്കൽ മേഖലകൾ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പഴക്കച്ചവടമൊക്കെ നടക്കുന്നവർക്ക് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. പൂജാദ്രവ്യങ്ങൾ, ചെറിയ സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ അത്ര അനുകൂലമല്ല. ശില്പികൾ, രാഷ്ട്രീയക്കാരൊക്കെ ശ്രദ്ധിക്കണം. സ്വർണ്ണ മേഖല വളരെ ശ്രദ്ധിക്കണം. വസ്ത്ര കച്ചവടക്കാർ അനുകൂലമല്ല. പ്രത്യേകിച്ച് കമ്പിളി പോലുള്ള കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ഉൽപ്പാദനം നടത്തുന്നവർക്ക് അനുകൂലമല്ല. എക്സിക്യൂട്ടീവ് COമാർക്ക് അനുകൂലമല്ല. ഡിസൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാർഷിക മേഖല മകരം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമാണ്. മനോരോഗ ചികിത്സ ഭാഗത്തുള്ളവർക്ക് അനുകൂലമാണ് മകരക്കൂറുകാർക്ക്. പെയിൻറ്റർമാർക്കൊക്കെ, പെയിൻറ്റിംഗ് രംഗത്ത് വർക്ക് ചെയ്യുന്ന മകരക്കൂറുകാർക്ക് അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അനുകൂലമാണ്. സ്ത്രീകളൊക്കെ നടത്തുന്ന ശീതളപാനീയ വിൽപ്പനയൊക്കെ നടത്തുന്നവരുണ്ടല്ലോ, വഴിയോര കച്ചവടക്കാർ, അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. പശു, എരുമ ഫാമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ബേക്കറി സാധനങ്ങൾ നടത്തുന്നവർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ സാഹസ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന മകരക്കൂറുകാർക്ക് മേന്മയുള്ള ദിവസമാണ്. അംഗീകാരങ്ങളൊക്കെ കിട്ടും. അഗ്നി സംബന്ധമായ തൊഴിൽ മേന്മയാണ്. കച്ചവടക്കാർക്ക് അനുകൂലമാണ്. ഭൂമി, റിയൽ എസ്റ്റേറ്റ് മേഖല അനുകൂലമാണ്. പ്രതിരോധ സൈനിക മേഖല അനുകൂലമാണ്. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗം അനുകൂലമാണ്. പൊതുവെ IT മേഖലയൊക്കെ അനുകൂലമാണ്. ആട് ഫാം അനുകൂലമാണ്. സ്പോർട്സ്, ബിസിനസ് രംഗം അനുകൂലമാണ്. ആയുധ വ്യാപാരങ്ങളൊക്കെ അനുകൂലമാണ്. ഇരുമ്പ് ഒക്കെയാണ് ഞാൻ പറയുന്നത്, ആയുധം എന്ന് പറയുന്നത്. അതേപോലെ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ വർക്കർ, ഗവേഷക വിദ്യാർത്ഥികൾ, പത്രപ്രവർത്തകർ, ധനകാര്യ മേഖല ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. ദേവകർമ്മങ്ങൾ ചെയ്യുന്ന മകരക്കൂറുകാർക്ക്, സർക്കാർ ജീവനക്കാർക്ക്, ആസൂത്രണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ടൂറിസം മേഖലയിൽ, വൻകിട ബിസിനസ്സുകാർക്ക്, എഡിറ്റിംഗ് മേഖലയിൽ ബിസിനസ്സുകാർക്ക് പൊതുവെ, അതേപോലെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ മേന്മയുണ്ടാകും. അതേപോലെ സ്ത്രീകൾക്ക്, ഹോസ്പിറ്റൽ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക്, ആരോഗ്യ മേഖലയിലെ സ്ത്രീകൾക്കൊക്കെ അനുകൂലമാണ്. ഹോം നേഴ്സിംഗ് മേഖല, ഉപഭോക്തൃ മേഖല, ബ്യൂട്ടി പാർലർ, സിനിമാ മേഖല, വിവാഹാദി കാര്യങ്ങൾ ചെയ്യുന്ന മേഖല, മാരേജ് ബ്യൂറോ ഒക്കെ അനുകൂലമാണ്. ആഡംബര വസ്തുക്കളുടെ വിപണനം, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ആഭരണങ്ങളൊക്കെ അനുകൂലമാണ്. സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന മകരക്കൂറുകാർക്ക് അനുകൂലമായിരിക്കില്ല. അതേപോലെ ഈ നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ വർക്കുകാർക്ക് അനുകൂലമല്ല. ഈ മത്സ്യമാംസാദികളൊക്കെ വിൽക്കുന്ന മകരക്കൂറുകാർക്കും പൊതുവെ അനുകൂലമല്ല. ഇനി കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പൊതുവെ കുംഭം രാശിക്കാർക്ക് ദൈവാധീനം കുറവുള്ള ഒരു ദിവസമാണ്.
എല്ലാ കാര്യങ്ങൾ കൊണ്ടും. അതുകൊണ്ട് ദേവപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കർമ്മമേഖലയിലേക്ക് പ്രവർത്തിക്കുക. എങ്കിലും ഫാഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ആഡംബര വസ്തുക്കൾ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലകൾ, മാരേജ് ബ്യൂറോ തുടങ്ങിയ കാര്യങ്ങൾ, ഈവൻറ്റ് മാനേജ്മെൻറ്റുമാർക്ക് അങ്ങനെയൊക്കെയുള്ളവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ആഭരണ മേഖല അനുകൂലമാണ്. സ്വർണ്ണാഭരണ മേഖല ഒഴികെ. സ്വർണ്ണാഭരണ മേഖല കുംഭൻ രാശിക്കാർക്ക് അനുകൂലമല്ല. അതുപോലെ ഹോസ്പിറ്റൽ, ആരോഗ്യ മേഖലയൊക്കെ അനുകൂലമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകൾക്ക് അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഹോം നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ ഈ ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, ശുചീകരണ തൊഴിലാളികളൊക്കെ ശ്രദ്ധിച്ചുകൊള്ളണം. കുംഭക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. അതേപോലെ സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മെഡിക്കൽ രംഗം, മോട്ടിവേഷൻ, പഴക്കച്ചവടം, പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കുംഭക്കാർക്ക് അനുകൂലമല്ല. കാർഷിക മേഖല, ജലവുമായി ബന്ധപ്പെട്ട തൊഴിലൊന്നും അനുകൂലമല്ല. മനോരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് പെയിൻറ്റർമാർ, ശീതളപാനീയ വിൽപ്പനക്കാരായ സ്ത്രീകൾക്കൊന്നും അത്ര അനുകൂലമല്ല. പശു, എരുമ മുതലായ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഫാമുകളൊക്കെ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ കുംഭക്കൂറുകാർ സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്ന കുംഭക്കൂറൊന്നും അനുകൂലമല്ല. ആയുധ വ്യാപാരം അനുകൂലമല്ല. ആട് ഫാം അനുകൂലമല്ല. പൊതുവെ IT മേഖല അനുകൂലമല്ല. വിദ്യാഭ്യാസ മേഖല, പത്രപ്രവർത്തകർ, ഗവേഷണ വിദ്യാർത്ഥികൾ, PR മേഖല, പ്രാദേശിക വാർത്താ മേഖലകൾ, ചിത്രരചന, ഇതൊന്നും തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശരിക്കും ഉണ്ടാകുന്ന ദിവസമായിരിക്കും. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നയതന്ത്ര മേഖല, രാജ്യാന്തര മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന, തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. വൻകിട ബിസിനസ്സുകാർക്കൊന്നും അത്ര മേന്മയുള്ള ദിവസമായിരിക്കില്ല. എഡിറ്റിംഗ് മേഖലയൊന്നും അനുകൂലമല്ല. ഇനി മീനം, പൂരുരുട്ടാതി, അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, മീനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം 21/2/2025 വെള്ളിയാഴ്ച ദൈവാധീനം വളരെ കുറവുള്ള ദിവസമാണ്. മീനക്കൂറുകാർക്ക്, കുംഭക്കൂറുകാർക്ക് കുറച്ച് ദിവസത്തേക്ക് ദൈവാധീനം കുറവാണ്, കുറച്ച് നാൾ. അപ്പോൾ ഈ ദൈവാധീനം കുറവുള്ളത് കൊണ്ട് അവർ ദൈവാധീനം വളർത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലും ഈ കാർഷിക മേഖലയിൽ അല്പം മേന്മയുണ്ട്, അല്പം മാത്രം മേന്മയുണ്ടാവുള്ളൂ. എന്നാൽ ഫാഷൻ മേഖലയിലെ ആഡംബര വസ്തുക്കളുടെ വിപണനത്തിലൊക്കെ മേന്മയുണ്ടാകും. ആഭരണ വ്യാപാരം, വാഹന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. ഹോസ്പിറ്റൽ മേഖല, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും. ഉപഭോക്തൃ മേഖല, ഹോം നഴ്സിംഗ് മേഖല, സിനിമാ മേഖല, അതേപോലെ ബ്യൂട്ടി പാർലർ, വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, ആഡംബര, സ്ത്രീകൾക്ക് പ്രാമുഖ്യം വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. സ്ത്രീകൾ മുൻഗണന നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള മേഖല, ആദ്യം പറഞ്ഞവർക്ക് ഒഴിച്ച് അനുകൂലമല്ല. മെഡിക്കൽ സ്റ്റോർ വിഭാഗക്കാർ അങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല അനുകൂലമല്ല. ആരോഗ്യപ്രവൃത്തി, മനോരോഗ പ്രവർത്തകർക്കൊന്നും അത്ര അനുകൂലമല്ല. പഴക്കച്ചവടമൊക്കെ നടത്തുന്ന, ഈ ചെറിയ പെട്ടെന്ന് കച്ചവടം നടത്തുന്ന കാര്യങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനങ്ങൾ, ശില്പികൾ അനുകൂലമല്ല. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗമൊന്നും അനുകൂലമല്ല. ഡിസൈൻ മേഖല അനുകൂലമല്ല. എന്നാൽ കാർഷിക മേഖല പൊതുവെ വലിയ ദോഷം ചെയ്യില്ല. ചെറുകിട ടെക്സ്റ്റൈൽസ് ഗുണകരമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അനുകൂലമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഹോട്ടൽ മേഖലയൊക്കെയാണ്. സ്ത്രീകളൊക്കെ നടത്തുന്ന ഹോട്ടൽ മേഖലയൊക്കെ അനുകൂലമാണ്. പശു, എരുമ ഒക്കെ വർക്ക് ചെയ്യുന്ന ആ ഫാമുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബേക്കറി സാധനങ്ങളൊക്കെ നടത്തുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. ആരോഗ്യ മേഖല, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖല ഞാൻ നേരത്തെ പറഞ്ഞു. ശീതളപാനീയ വിൽപ്പനക്കാർ, സ്ത്രീകൾക്കാണ്, അങ്ങനെയുള്ളവർക്ക് വഴിയോര കച്ചവടത്തിൽ നടക്കുന്ന സ്ത്രീകൾക്കൊക്കെ അനുകൂലമാണ്. സ്ത്രീകൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. പൊതുവേ സാഹസിക പ്രവർത്തികൾ നടത്തുന്നവർ, അതുപോലെ പെയിൻറ്റിങ് മേഖലകൾ, കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നവർ, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ പൊതുവെ ദൈവാധീനം ഇല്ലാത്തതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ദൈവാധീനം ഉണ്ടാകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം മീനക്കൂറുകാർ ചെയ്യുക. പ്രത്യേകിച്ച് വാക്കുകൾ തൊഴിൽ മേഖലയിൽ പരമാവധി കുറയ്ക്കാനായിട്ട് മീനക്കൂറുകാർ ശ്രദ്ധിക്കണം. കാരണം ബുധൻ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. അപ്പോൾ വാക്കുകൾ കർമ്മ മേഖലയിൽ വളരെ ദോഷങ്ങൾ ചെയ്യുമെന്നുള്ളത് കൊണ്ട് തൊഴിൽ മേഖല പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഗുണകരമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഗുണകരമാണ് എന്നുണ്ടെങ്കിൽ അവരതൊക്കെ ചെയ്യുക. വീണ്ടും നിങ്ങൾക്കിത് കിട്ടണം എന്നുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.